ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ എടുക്കുന്ന കരിയറിനെയും നമ്മൾ എടുക്കുന്ന പ്രൊഫഷനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. 12th എക്സാം കഴിഞ്ഞിട്ട് ഫർദർ ഹയർ സ്റ്റഡിക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് ഓപ്പണായിട്ട് കുറച്ച് സംസാരിക്കാനുള്ള ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 12th കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഹയർ സ്റ്റഡീസും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഒക്കെ നേരിട്ട് ഡീൽ ചെയ്യാനൊക്കെ പറ്റിയ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാം എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ മാത്രമാണെങ്കിലും നീറ്റിൽ മാത്രമല്ലാതെ ഇപ്പോൾ JEE പോകുന്ന അല്ലെങ്കിൽ ആർട്സിലോ സയൻസിലോ ഡിഗ്രി എടുക്കുന്ന എഞ്ചിനീയറിങ്ങിന് പോകുന്ന അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് കുട്ടികളെയും അവരുടെ പേരൻസിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതിൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. ഏറ്റവും വലിയ കുറച്ച് മിസ്കൺസെപ്റ്റുകളും കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. സപ്പോസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, റിയലി ഇൻട്രസ്റ്റഡ് മാത്രം തുടർന്ന് കണ്ടുപോകുക എന്നുള്ളതാണ്. ഇത് ഒരു കോച്ചിൻ്റെ നേരിട്ടുള്ള സംസാരമായിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ്. +2 കഴിയുന്ന ആളുകളിലെ 1-2 മിസ്കൺസെപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ +2ൻ്റെ ലെവൽ ഓഫ് പ്രിപ്പറേഷനും അതിന് നമുക്ക് കിട്ടിയ മാർക്കും വെച്ചിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് വർത്തിനെ വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടി അത്യാവശ്യമൊക്കെ പഠിച്ചിരുന്നു, ആ കുട്ടിക്ക് ഒരു 95%, 98%, 100% ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര അധ്വാനിക്കുന്ന ആളാണ്, ഞാൻ ഭയങ്കര കിടിലനാണ് എന്ന് വിചാരിക്കുന്നത് ആക്ച്വലി നല്ലതല്ലേ സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർ കുറച്ച് ടോക്സിക് ആയിട്ട് ഈ സാധനം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് +2ൻ്റെ സമയത്ത് ഒരു 85% മാർക്കോ 90% മാർക്കോ ഉള്ള കുട്ടി എനിക്ക് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ശരിക്കും 12th ബോർഡ് എക്സാം, എസ്പെഷ്യലി സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്ന സാധനം, അത് നമ്മളുടെ എഫക്റ്റീവ്നെസ്സിനെ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ എത്രത്തോളം റിഫ്ലക്റ്റിംഗ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അത് ഓപ്പൺ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ പോകുന്ന ഏതൊരു ഫീൽഡിലേക്കായാലും, ഞാൻ പഠിച്ചത് MBBS ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ കാലിക്കറ്റ് NITയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, ഐസറിൽ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്, മറ്റ് വിവിധങ്ങളായിട്ടുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചിട്ടുള്ള ആളുകളെയും സ്റ്റുഡൻസിനെയൊക്കെ നേരിട്ട് പരിചയമുണ്ട്. അവിടേക്ക് എത്തി നമ്മൾ അവിടെ നിന്ന് എഴുതാൻ വേണ്ടി പോകുന്ന ഒരു എക്സാം, ഒരു യൂണിവേഴ്സിറ്റി എക്സാം, ഒരു ബോർഡ് എക്സാം, അതും നമ്മുടെ 12th നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എക്സാമും കൂടി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ 12th എക്സാം അതൊരു പാറ്റേൺഡ് എക്സാമാണ്, ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ മാത്രം വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസ് NCERT എന്ന് പറയുന്ന സിലബസാണ് നമുക്ക് 12th ശരിക്കും പഠിക്കാനുള്ളത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും എല്ലാം അത് തന്നെയാണ്. ആ സിലബസ് മൊത്തം വളരെ ഡെപ്തിൽ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഈ എക്സാമിനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഇല്ലാന്ന്. കാരണം എക്സാമിന് വരുന്ന 80-85% ഓഫ് ചോദ്യങ്ങൾ എന്തായാലും 100% ഷ്യൂരിറ്റിയിൽ നമുക്ക് ഫിക്സഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ നോളജുകളും നമ്മുടെ ശരിക്കുള്ള ഇൻഡെപ്ത് നോളജും ഈ പറയുന്ന എക്സാം ചെക്ക് ചെയ്യാറുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ കഥ? നമുക്ക് ഭയങ്കര നോളജ് ഉണ്ടാവണോ അല്ലെങ്കിൽ നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മിക്കവാറും കുട്ടികളൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് നീറ്റിന് റിപ്പീറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്താണ് മനസ്സിലാവുക, ഞാൻ +2ന് പഠിച്ചതൊന്നും മതിയാവുമായിരുന്നില്ല, അത് വളരെ കുറവായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവാം. എന്നിട്ട് പക്ഷേ ഇത് മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കുമെന്ന് വെച്ചാൽ അതൊരു 6 മാസമോ 8 മാസമോ 10 മാസമോ ഒക്കെ എടുക്കും. അപ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ റിയാലിറ്റിയിലേക്ക് എത്തുള്ളൂ. ഞാനിങ്ങനെ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു തരാണ്, നിങ്ങളുടെ +2 ലെവൽ നോളജിൻ്റെ മുകളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും നമ്മളിപ്പോൾ പഠിച്ചിരുന്നത് വെറും ഫണ്ടമെൻ്റൽസ് ആണ്, ബേസിക്സ് ആണെന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജേർണി, അതിപ്പോൾ നീറ്റിനാണെങ്കിലും JEEക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്കാണെങ്കിലും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലേക്കായിരിക്കും ഉണ്ടാവുക. ആൻഡ് അത് ഫണ്ടമെൻ്റലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ അറിയുന്നതൊക്കെ ബേസിക്സും ഫൗണ്ടേഷണൽ കാര്യങ്ങളുമാണ്. അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ഇനി നമുക്ക് കോളേജിലേക്കൊക്കെ പോയിട്ട് പഠിച്ചെടുക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ നമുക്കൊരു ഹംബിൾനെസ്, ഒരു വിനയം നമുക്കുണ്ടാവും. ആ വിനയം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. സെക്കൻഡ് തിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റീവായിട്ടും നമ്മളുടെ ഒരു പഠിത്തത്തിൻ്റെ രീതിയെ പറ്റിയിട്ടാണ്. 12th വരെ പഠിച്ച അല്ലെങ്കിൽ സ്കൂൾ വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അത് നമ്മൾ സ്വന്തമായിട്ട് അന്വേഷിച്ച അറിവ് നേടി നമ്മളുടെ നോളജ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം. 12th വരെയുള്ള സമയത്ത് എസ്പെഷ്യലി ഫ്രം LKG to 12th കഴിഞ്ഞ 14 വർഷമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിച്ച് നോട്ട് തന്ന് ക്ലാസ് ടെസ്റ്റ് നടത്തി, റീടെസ്റ്റ് നടത്തി, റിവിഷൻ എക്സാം നടത്തി, അങ്ങനെ ഒരു ബോർഡ് എക്സാമിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ വെൽ ഗൈഡഡ് ആയിട്ടുള്ള പാത്വേഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി നീഡഡ് അപ് ടു 12th വരെ നമ്മൾ അങ്ങനെ തന്നെ പോവുകയും ചെയ്യണം. കാരണം 12th വരെ ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ ഈ 12th എക്സാം
കഴിയുന്നതോട് കൂടിയിട്ട് വെദർ ഇഫ് യു ആർ കമ്മിങ് ഫോർ എ നീറ്റ് റിപ്പീറ്റ് ഓർ സംതിങ് എൽസ് എന്തിനു പോയി കഴിഞ്ഞാലും നമ്മുടെ ലേണിംഗ് പാറ്റേൺ എന്ന് പറയുന്ന സാധനം കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. തനിയെ തന്നെ നമുക്കൊരു സിലബസ് തരും, അതിനകത്ത് മൾട്ടിപ്പിൾ ബുക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഫിസിക്സ് എടുത്താൽ ഫിസിക്സിന് ഒറ്റ ബുക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി എടുത്തു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടാവും. അടിസ്ഥാനപരമായിട്ട് ടോപ്പിക്കുകളും സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ബുക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾക്ക് വേണ്ടത്ര നോളജ് വായിച്ചും ചോദിച്ചും പറഞ്ഞും ചെയ്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കൊരു ഓരോ കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ ഓരോ സംഗതികളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള നോളജ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പാത്ത്, അതിലാണ് നമുക്ക് ഫർദറായിട്ട് നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്ന ജോലിയിലാണെങ്കിലും നമ്മുടെ അതിൻ്റെ ആപ്ലിക്കേഷനിലാണെങ്കിലും ഒക്കെ നമുക്ക് ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്നുണ്ടാകാം. സോ ആസ് എ 12th സ്റ്റുഡൻറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കാം, നമ്മുടെ ലേണിംഗ് മെത്തേഡ്സും മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ ഇനി ആരെങ്കിലും എപ്പോഴും വന്നിട്ട് നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞു തരികയും പറഞ്ഞു തരുന്ന ഉത്തരങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു സ്പൂൺ ഫെഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാതെ കുറച്ചും കൂടി പരന്ന ആഴത്തിലുള്ള വായനയിലേക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സെൽഫ് സ്റ്റഡിയിലേക്കും സെൽഫ് ലേണിങ്ങിലേക്കും പോകുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നുള്ള രൂപത്തിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെടുക്കുന്ന കരിയറിനെയും നമ്മളെടുക്കുന്ന പ്രൊഫഷനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മളിനിപ്പോൾ നീറ്റ് റിപ്പീറ്റിങ്ങിലേക്ക്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡോപ്പ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഡോപ്പയിൽ ഡോക്ടേഴ്സ് തന്നെ ഫൗണ്ട് ചെയ്ത ഹയറായിട്ട് മെഡിസിൻ മേഖലയിലേക്ക് വരാനുള്ള, മെഡിസിൻ പാരാമെഡിക്കലിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ പാരാമെഡിക്കൽ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഉള്ള എല്ലാ സാധ്യതകളും എൻട്രൻസ് വെച്ചിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളും ശരിയായി കൊടുക്കുക. ഒരു ഗവൺമെൻറ് MBBS സീറ്റോ ഒരു ഗവൺമെൻറ് പാരാമെഡിക്കൽ സീറ്റിലേക്കോ നിങ്ങൾക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അതിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി ഇതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ ഇത്രയും കാലം നമുക്ക് ഒരു അധ്യാപകൻ വരുന്നു, ക്ലാസ് എടുക്കുന്നു, ക്ലാസ്സിൽ നമ്മൾ നോട്ട് എഴുതുന്നു, നോട്ട് നമ്മൾ വായിച്ച് പഠിക്കുന്നു, എഴുതി പഠിക്കുന്നു, നേരെ നമ്മൾ പരീക്ഷ എഴുതുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ പഠനത്തിൻ്റെ ഫോർമാറ്റിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ രീതിയിലേക്കും പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ രീതിയിലേക്കൊക്കെ നമ്മൾ മാറ്റുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഗവൺമെൻറ് MBBS പോലത്തെ അല്ലെങ്കിൽ ഗവൺമെൻറ് പാരാമെഡിക്കൽ സീറ്റ് പോലത്തെ അല്ലെങ്കിൽ അല്ലൈഡ് ഹെൽത്തിലുള്ള ഒരു സയൻസിൽ ഒരു സീറ്റൊക്കെ നമുക്ക് കിട്ടാനുള്ളത്. അതിനാൽ നമുക്ക് ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് മാറ്റി ചിന്തിക്കാനുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. നമ്മൾ 12th പഠിച്ചതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ആവേശത്തിൽ ഇച്ചിരി കൂടി പവറിലും കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ആയിട്ടൊക്കെ ഇരുന്നാൽ നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അങ്ങനെയല്ല, ഹാർഡ് വർക്കിംഗ് ആവണം, കുറച്ചും കൂടി ആവേശം ഉണ്ടാവണം, പക്ഷേ നമ്മുടെ സ്റ്റഡി മെത്തേഡ്സ് മാറ്റവും ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ മാറ്റാൻ തയ്യാറായ ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് ഇതുപോലെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു നീറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വെക്കാറുണ്ട്. ഡോപ്പ നീറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, DNAT എന്നാണ് പറയാറുള്ളത്. അതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പേരൻസിനെയും കൂടി കൂട്ടി വന്ന് നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇനീഷ്യലി വേണ്ട സജഷൻസ് നമുക്ക് വരുത്തി തരാൻ വേണ്ടി പറ്റും. ആൻഡ് ആസ് യു മൂവ് ഓൺ, നിങ്ങൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്തെല്ലാം ഉപദേശങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് നിങ്ങൾ വരുത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ ഗൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മളെപ്പോലുള്ള ഓരോ അധ്യാപകരും ഒരു ഗൈഡായിരിക്കും. നമുക്കിങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഇന്ന മാറ്റം വരുത്തണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളായിട്ട് മാറ്റം വരുത്തി നമ്മളിങ്ങനെ കളം നിറഞ്ഞ് കളിച്ച് അങ്ങനെ നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ജേർണി എളുപ്പമാവുള്ളൂ എന്നുള്ളതാണ് കാര്യം. സോ 12th കഴിഞ്ഞിട്ടുള്ള പഠനത്തിനെ പറ്റി, 12th വരെയുള്ള പഠനം വേഴ്സസ് 12th കഴിഞ്ഞിട്ടുള്ള പഠനം, അത് ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, നിങ്ങളുടെ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആൻഡ് വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് താഴേക്ക് അറിഞ്ഞോളൂ. ഇനി നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പാരാമെഡിക്കൽ സീറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ആഞ്ഞ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ആൾക്കാർ DNAT-ന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതിലേക്ക് വരികയും കൂടി ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി പറ്റും. എപ്പോൾ സംസാരിച്ചാലും ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണായിട്ട്, അങ്ങനത്തെ കോച്ചുമാരായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെ നോക്കുക. കാര്യങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കുക, ഓപ്പണായിട്ട് മനസ്സിലാക്കുക, പറയുന്ന സജഷൻസ് അനുസരിച്ച് മാറി ചിന്തിക്കാനും ജീവിത രീതി മാറ്റാനും തയ്യാറാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സക്സസ് നിങ്ങൾ ഓരോരുത്തരെയും തേടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.